ഹലോ ഗായ്സ്, ഞാൻ സുബാൻ. അങ്ങനെ ഒരു 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും വ്ളോഗിങ് സ്റ്റിക്കും പിടിച്ച് വ്ളോഗിന് ഇറങ്ങിയൊക്കെയാണ്. ആക്ച്വലി കുറേ ഒട്ടും വയ്യായിരുന്നു. ഞാൻ വളരെ അവശനായി കിടക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ കോണ്ടന്റ് എനിക്ക് മിസ്സാവുകയും ചെയ്തു. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നത്തെ ഡേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 ഫ്രണ്ട്സ് നമ്മുടെ ബികോം പഠനത്തിനൊക്കെ ശേഷം നമ്മൾ അഞ്ച് വഴിക്കായിട്ട് പോയി. ഒരാൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയി, ഒരാൾ ഞാൻ ഗൈഡ് ഹൗസിൽ കയറി, ഒരാൾ വയനാട് MBAക്ക് പോയി, ഒരാൾ IAS കോച്ചിങ്ങിന് പോയി, ഒരാൾ CA പഠിക്കാൻ പോയി. അപ്പോൾ അഞ്ച് വഴിക്കാണ്. ഒരാൾ പോലും സെയിം ഒരു സ്ഥലത്തായിട്ട് ഉണ്ടായിരുന്നില്ല. അഞ്ച് വഴിക്ക്. അങ്ങനെ നമ്മൾ 5 ഫ്രണ്ട്സ് ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 വർഷത്തിന് ശേഷം ഇന്നാണ് നമ്മൾ 5 പേരും ഒരുമിച്ച് കൂടാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളായിട്ട് 2-3 പേരായിട്ടോ അല്ലെങ്കിൽ 4 പേരായിട്ടോ കാണും, ഒരാളെങ്കിലും മിസ്സാവും. പക്ഷേ ഇന്ന് നമ്മൾ 5 പേരും ഒരുമിച്ച് കാണാൻ പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആവുന്ന മേ ബി കുറേ നാൾക്ക് ശേഷം കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ വ്ളോഗ് എന്ന് പറയുന്നത്. സോ അവരെല്ലാവരും എനിക്ക് വെയിറ്റ് ചെയ്തൊരു ഫുഡ് സ്പോട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ നീരജിൻ്റെ വീട്ടിൽ പോയി കുറച്ചൊക്കെ നമ്മളവിടെ സംസാരിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ ഒരു മനസ്സിൽ, ഇതൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ അവർ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. സോ അങ്ങോട്ടേക്ക് പോവാം. ഒരു കളർ ആവൂല. ഞാൻ അവരുടെ അക്കാദമിക് ആയിട്ട് കണ്ടുവയ്ക്കും. നമ്മൾ അവരുടെ കാര്യം ഇത്രയില്ല. എൻ്റെ ഇതൊന്നുമല്ല. ഇതല്ലേ ആടി ഇതല്ലേ പടങ്ങണ്ട. സോ ഗൈസ്, ഞാനും നമ്മളെ പിള്ളേരൊക്കെ കൂടെ നമ്മളിപ്പോൾ നീരജിൻ്റെ വീട്ടിലെത്തി. ഇനി നീരജ് വീട്ടിൽ കുറച്ച് നേരം നമ്മൾ ചിലവഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ അടുത്തന്നൊരു ടർഫ് ഉണ്ടെന്നുണ്ട്, ക്രിക്കറ്റ് ടർഫാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ചുമ്മാ നമ്മൾ 5 പേരേ ഉള്ളൂ. 5 പേര് വെറുതെ ഇപ്പോൾ ഒന്ന് ബാറ്റൊക്കെ തട്ടി കളിക്കാൻ വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു പറയുന്നത് ടർഫിലൊക്കെ പോകുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മൾ നേരെ വീട്ടിലെത്തി. ഇനി വീട്ടിൽ കയറിയിട്ട് ബാക്കി പരിപാടീസ് ചിലപ്പോൾ എനിക്ക് ഗെയിമൊക്കെ കളിക്കുമായിരിക്കും, നമുക്ക് നോക്കാം. എപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോൾ ഗെയിം കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ അവർ വന്ന് കാണിച്ചു തരാം. അടിക്കോ യാത്ര തന്നല്ലേ ആവശ്യമൊന്നും മുട്ടി അടിച്ചോളാം. മുട്ടായി മുട്ടി കൊറേ ഓപ്ഷൻസ് മാറ്റി കളിയാ. നമ്മുടെ ഇടയിൽ ഒരു പ്രോ ഗെയിമർ ഞാൻ കാണിച്ചു തരാം. ഗെയിമർ ഇങ്ങോ നോക്കൂ. ആ വണ്ടി നേരെ അമ്മച്ചി ആരൊക്കെ ഇടിച്ചത്? നീ എന്തോ കാണിക്കുന്നത്? ചാവട്ടെ നാരി. ആ ചത്ത് ചത്ത് ചത്ത്. ഫീബിക്കുട്ടാ
അവനൊരു കോംബോ ഇട്ടെ. ഇത് ഏത് ഗെയിമാണിയാ? Let's go to the turf, guys. Nada. നമ്മൾ ഇനി നേരെ ടർഫിൽ പോയി കുറച്ച് ക്രിക്കറ്റ് കളിക്കാം. ഇപ്പോൾ അഭിഷേക് നേരെ പോകണമെന്നാണ് അവനെ നമ്മൾ കൺവിൻസ് ചെയ്തവനെ ഇപ്പോൾ യാണ്. അപ്പോൾ നമുക്കിനി നേരെ ടർഫിൽ പോയി നമുക്ക് കുറച്ച് ക്രിക്കറ്റ് കളിച്ച് ഇരിക്കാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ടർഫിലെത്തി. ഇനി നമ്മൾ ടർഫിൽ കളിക്കാൻ പോവാണ്. എന്നുവെച്ചാൽ ഇവിടെ അഭിഷേകും വാലിബൊക്കെ ഉണ്ട്. ഇവിടെ ഏതോ പിള്ളേർ കളിക്കാൻ വന്നേക്കുവാണ്. പക്ഷേ ഇവരിപ്പോൾ പോകും തോന്നുന്നു. 4:30 ആകുമ്പോൾ ഇവർ പോകും. പിന്നെ നമ്മൾ കയറും, നമ്മൾ കളിക്കും. സോ ജസ്റ്റ് നമ്മൾ 5 പേരേ ഉള്ളൂ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാൻ മാത്രം. സോ നമുക്ക് നേരെ ഇനി ക്രിക്കറ്റ് കളിക്കാം. ഓക്കെ. അബിയൊരു ബോൾ അറിയോ? അതെ, നമ്മൾ വെറുതെ കളിക്കാൻ വന്നതാണ് ഗൈസ്. പക്ഷേ ഇവിടുത്തെ കുറച്ച് ലോക്കൽ ബോയ്സ് കൂടെ നമ്മളോട് കളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരെയും കൂടെ കൂട്ടുവാണ്. കാണിച്ചു തരാം ആരൊക്കെയുണ്ട് ഇവിടെ നമ്മളോട് കളിക്കാനായിട്ട്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മളിവിടെയൊക്കെ കളിച്ച് ടോസൊക്കെ ഇട്ട്. നമ്മൾ 5 പേര് ടീമാണ്, ബാക്കി 5 പേര് ടീമാണ്. അങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾ 5 പേര്, ഞാൻ, നീരജ്, അഭിഷേക്, വിനീത്, അബി, നമ്മളൊരു 5 പേര് ടീം, അവർ 5 ലോക്കൽ ബോയ്സ് അവർ ടീം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. തോക്കുമായിരിക്കും, നോക്കാം നമുക്ക്. എന്തായാലും നേരെ കളിയിലേക്ക് പോകണം. ഓ അവർ 49 അടിച്ചു 4 ഓവറിൽ, അല്ല 5 ഓവറിൽ. നമ്മളിവിടെ 3 ഓവറിൽ 2 റൺ. എനിക്ക് അപ്പോഴേ തോന്നുന്നു നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. അവർ ഭയങ്കര കളിയുന്നു. എൻ്റെ പൊന്നു പ്രാന്തന്മാർ. അടുത്ത ആളും എടുത്തു. നമ്മൾ 5 പേരും കളിച്ചിട്ട് തോറ്റതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ ജയിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇനി മിക്സ് ചെയ്ത് അടുത്ത കളി കളിക്കാൻ പോവാണ്. സോ അടുത്ത ടീം എടുത്ത് നമുക്ക് അങ്ങനെ കളി തുടങ്ങാം. ഓക്കെ. കാരണം ആദ്യത്തെ നമ്മൾ എത്രയും ഓൾ ഔട്ട്? 5. നമ്മൾ 5 ഓവറിൽ ഓൾ ഔട്ടാണ്. 5 പേര് വിക്കറ്റ് 6 റൺസിൽ പോയി. അയ്യോ, ഇനി നമ്മൾ നേരെ മിക്സ് ചെയ്ത് കളിക്കട്ടെ. കൊച്ചു ചെറുക്കനെങ്കിലും പഠിക്കാതെ അങ്ങനെ പറഞ്ഞാൽ വേണ്ട 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 വേണ്ട. എൻ്റെ അമ്പോ. സുമാനെ എല്ലാം കിട്ടുന്നുണ്ട്. അത് കിട്ടി.
എവിടെ എത്ര അടിച്ചെന്നാ ഹാഫ് സെഞ്ചുറിടാ പൊട്ടാ. ഗൈസ്, ഈ കളിയിൽ നമ്മൾ 5 ഓവറിൽ 113 റൺസ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ 62 ഔട്ട്. നന്നായിട്ട് കളിച്ചു. അതിൻ്റെ ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. അടിച്ചത് അഭിഷേകിൻ്റെ ഒക്കെ അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. നീരജ് എല്ലാം കൂടെ അടിച്ച് നമ്മൾ 113 നമ്മൾ സ്കോർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കളി നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഞാൻ ഈ വ്ളോഗും കൂടെ ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് കളിയാണ്. ഇതോടെ നമ്മുടെ കളിയും വ്ളോഗും തീരും. സോ ഔട്ടർ എടുക്കാൻ ഞാൻ പിന്നെ വരാം. സോ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. കുഞ്ഞാന്ന് വിചാരിക്കുന്നത് ഞാൻ എല്ലാം കൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് അറിയില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ളോഗ് ആൻഡ് എവറിത്തിങ്. ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ കുറേ നാൾക്ക് ശേഷം കണ്ടു, ക്രിക്കറ്റ് കളിച്ചു, കുറേ നേരം ചില്ലടിച്ചു, സംസാരിച്ചു, തമാശ പറഞ്ഞു. അങ്ങനെ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വ്ളോഗ് ആൻഡ് വീഡിയോ ഓർ ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ ഫ്രം സുബ്ഹാൻ.